ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പൊന്മുടി പോയ വീഡിയോ ആയിരുന്നു ഞാൻ ലാസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു, പല തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ്. ഒരു സന്തോഷം എൻ്റെ ഫ്രണ്ട്സുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ എത്തിയത്. നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനൽ ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സമയവും അതുപോലെ തന്നെ മനസ്സുമാണ് ആ സബ്സ്ക്രിപ്ഷൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹൃദയം നിറഞ്ഞ അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനോടും ഈ നിമിഷം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2000 ആയപ്പോൾ തന്നെ ഇടണമെന്ന് കരുതിയതാണ്. കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കതിന് കഴിഞ്ഞില്ല. ഇടയ്ക്ക് സുഖമില്ലാതിരുന്നു കുറച്ച് ദിവസം, അങ്ങനെയാണ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ക്ഷമിക്കുക. കഴിഞ്ഞു പോയ ഈ ഇത്രയും നാളത്തെ നമ്മുടെ യാത്രയിൽ എൻ്റെ വ്ളോഗ്സ് വഴി ഞാൻ പറയുന്ന വാക്കുകൾ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് നേരിട്ട ചില ജോലി സംബന്ധമായ, അതായത് ടീച്ചിങ് ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു വിദ്യാഭ്യാസ അതായത് സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ പോലുള്ള ഒരു സ്കൂളിനെതിരെയുമുള്ള എൻ്റെ പരാമർശങ്ങളല്ല. എനിക്ക് നേരിട്ട എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ അതുവഴി പങ്കുവച്ചത്. അതുവഴി നാളെ ഇനി ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ആത്മവിശ്വാസത്തോടെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം, ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അല്ലാതെ ആർക്ക് വേണ്ടിയും ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു ഹേർട്ടിങ് ഫീലിങ്ങോ ഒന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് നമുക്ക് മാത്രമേ കിട്ടൂ എന്ന് രാമായണം, ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ, ഖുറാൻ, അതുപോലെ ബൈബിൾ എല്ലാം പറയുന്നത് അതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ടെൻഷനാകേണ്ടതോ വറീഡാകേണ്ടതോ കാര്യമില്ല എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും ഒരു അരഗൻ പേഴ്സൺ ആയിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുടനെ തർക്കിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്താൻ ശ്രമിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ മൗനം പാലിച്ചാലും മതി. വാക്കുകളേക്കാൾ ശക്തിയുണ്ട് മൗനത്തിന്, അല്ലേ? അതുപോലെ എടുത്തുചാട്ടത്തിനേക്കാൾ ശക്തിയുണ്ട് ക്ഷമയ്ക്ക് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു മധ്യവേളയിലൊക്കെ ആയിരിക്കും മിക്കവാറും നമുക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളൊക്കെ ഭയങ്കര അഗ്രസീവും അരഗൻറ്റും അതുപോലെ വൈബ്രൻറ്റും ഒക്കെ ആയി നമ്മളിങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷേ പിൽക്കാലത്തിൽ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള അരഗൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവുകയാണ്. 2000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കറിയില്ലല്ലോ, യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയാത്ത ആ ഒരു സമയത്ത് പലരോടും നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് നമ്മൾ കരുതുന്ന ചിലരെങ്കിലും അങ്ങനെ ചെയ്യാതെയും ഇരുന്നിട്ടുണ്ട്. അത് ആർക്കും നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് പോലും ചെയ്യാതെ നമുക്ക് യൂട്യൂബ് വഴി കിട്ടിയ ഫ്രണ്ട്സ് മാത്രമാണ് എനിക്കുള്ളത് എന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. അല്ലാതെ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെങ്കിലും എൻ്റെ വീഡിയോസിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി പറയുകയാണ്. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്ളോഗ്സിലോ എവിടെയെങ്കിലും ആരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ ഞാൻ എന്തെങ്കിലും ഇതിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ എല്ലാവരോടും അതിന് സോറി ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ സോറി പറയുന്നത് ഒരിക്കലും ഒരു നമ്മളെ കുറച്ച് കാണുന്നതല്ല. നമ്മൾ സോറി പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള അവസാനത്തെ ആ ഒരു
ഇതുണ്ടല്ലോ, ഒരു ഫീലിംഗ്, ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അത് മാറ്റിക്കളയാൻ വേണ്ടിയാണ് നമ്മൾ സോറി പറയുന്നത്. സോറി പറയുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും സോറി പറയാനൊരവസരം ആർക്ക് കിട്ടിയാലും അത് പാഴാക്കാതിരിക്കുക. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മളുടെ ഒരു വാക്കായിരിക്കും മറ്റൊരാളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അപ്പോൾ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ചെയ്യാനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു. ഞാൻ എല്ലാ ഇത്തരത്തിലുള്ള ഏകാദശികൾക്കും ഞാനൊരു വീഡിയോ ഇടുന്നതാണ്. ഇപ്രാവശ്യം ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ഭഗവാന്റെ പൂജ ഒന്നുകിൽ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ടും അംഗീകാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. വീണ്ടും കാണാം. അപ്പോൾ സ്നേഹം മാത്രം. ലവ് യു ഓൾ. ടേക്ക് കെയർ. God bless.